ഇന്ന് നല്ല അടിപൊളി ബുഗാരി റൈസാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ട മന്തിയെന്ന് തോന്നുള്ളൂ. ഇതിവിടെ ദോഹയിൽ നെജുമ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. ഇത് കുറച്ച് ഫേമസ് ആണ് കേട്ടോ. കാരണം ഇത് 10 റിയാലേ ഉള്ളൂ ഈ ഫുഡിന്. ഒരു ക്വാർട്ടർ പീസ് ചിക്കനും പിന്നെ ബുഗാരി റൈസും. പിന്നെ റൈസിന് മേലെ ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എന്നാലും കഴിച്ചു നോക്കാൻ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ട്. നല്ല ചൂടോടെയാണ് ചോറ് കിട്ടിയത് കേട്ടോ. നല്ല കളർഫുള്ളാണ് കാണാനായിട്ട്. ഇനി എന്തായാലും കഴിച്ചു നോക്കാം. സാധാരണ ഇവിടെ ഫുഡൊക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റാണ്. മന്തിയൊക്കെ മേടിക്കാനെങ്കിൽ ഒരു 15 റിയാൽ 20 റിയാലൊക്കെ വരും. പിന്നെ അതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സൂപ്പ് ഉണ്ടായിരുന്നു. സൂപ്പിനൊന്നും ചൂടുണ്ടായിരുന്നില്ല. ശരിക്കും സൂപ്പൊക്കെ കുടിക്കുമ്പോൾ ചൂടോടെ തന്നെ കുടിക്കണം. എന്നാലും ടേസ്റ്റൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും 10 റിയാലിൻ്റെ ഫുഡിൻ്റെ കൂടെ സൂപ്പൊക്കെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇനി ആ റൈസ് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. അത്യാവശ്യം ഓയിലിയാണ് ഫുഡ്. സംഭവം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ചോറ് വേവൊക്കെ കറക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ആ മന്തിനേക്കാളൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. സംഭവം ഏകദേശം മന്തിയുടെ ഒക്കെ പോലെ തന്നെയാണ്. എന്നാലും ആ ഫ്ലേവറിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഇനി ആ ചിക്കനിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ആ ചോറിൻ്റെ കൂടെ വെച്ച് കഴിച്ചു നോക്കാം കേട്ടോ. ചിക്കനാണെങ്കിലും ചോറാണെങ്കിലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇനി ആ ചിക്കൻ എടുത്തിട്ട് ആ ചോറിൽ വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം. സംഭവം ചിക്കനൊക്കെ കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ 10 റിയാലിൻ്റെ ഒക്കെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല അൽഫാം കിട്ടുമെന്ന് തോന്നുന്നില്ല. സംഭവം നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ചിക്കനും പിന്നെ അതുപോലെ തന്നെ ചോറും ആ ടൊമാറ്റോ ചട്നിയും കൂടി നല്ലപോലെ കുഴച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഫ്ലേവർ ഉണ്ട് റൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഫുഡ് കഴിച്ചോ? നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.